നമുക്കിന്ന് അമ്മിക്കുട്ടിയുടെ കുറച്ച് ബർത്ത്ഡേ വിശേഷങ്ങൾ പറയാം. അമ്മിക്കുട്ടി, എനിക്കൊരു കട്ടൻ ചായ ഇട്ട് തരൂ. അത്ര സമയമൊന്നും ആയിട്ടില്ല, 12:20. ബർത്ത്ഡേ അല്ലേ? ബർത്ത്ഡേ ആയിട്ട് എന്ത് ചോദിച്ചാലും തരണമെന്നാ. എനിക്ക് ആരാ ബർത്ത്ഡേ ആയാലും ഇഷ്ടമുണ്ട്. എന്നിട്ട് അപ്പം അരിക്കാൻ ലാഭമായതുകൊണ്ട് കാപ്പി ഇടാൻ. ഓക്കെ, എന്നാൽ പെട്ടെന്നായിക്കോട്ടെ, എനിക്ക് ഉറങ്ങാനുള്ളതാണ്. വെട്ടിത്തിളയ്ക്കാൻ പോകുന്ന കാപ്പി പൊട്ടിത്തെറിക്കാറായി ഞാൻ അമ്മിക്കുട്ടി. എപ്പോഴാണെന്നറിയത്തില്ല. ഒരു സ്പൂണൊക്കെ മതിയായിരുന്നു. കുറെ നാളായി ടച്ച് വിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല. അതെ അതെ, വല്ലപ്പോഴൊക്കെ അടുക്കള കയറണം. എന്ത് ചെയ്യാൻ? ഓക്കെ, ഞാൻ അടുക്കള വരെ ക്ലോക്ക് ഉണ്ട് ഇവിടെ. എന്തിനാ അടുക്കളയിൽ എത്രമാത്രം സമയം ചെലവഴിച്ചെന്ന് നഷ്ടപ്പെട്ടു എന്ന് ആലോചിക്കാനാണോ? അല്ല, നടക്കുമോ? ഇപ്പം അവൾ ഉറങ്ങുവാ. ഇപ്പം ആണെങ്കിൽ പോയി കിടന്നുറങ്ങാം. ഒരു വീഡിയോ സെറ്റ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടാ. ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഇടാമല്ലോ. അതിലേ ഞാൻ ഇങ്ങനെ ലാൻഡ്സ്കേപ്പിൽ എടുക്കുന്നത്. സാലറി കിട്ടുമോ? യൂട്യൂബ് ചാനൽ സക്സസ് ആവട്ടെ, സാലറി തരാം. ഓ, യൂട്യൂബ് ചാനലൊക്കെ ആയി. അപ്പം നമുക്ക് അതിനകത്തിൽ എനിക്ക് സാലറി വേണ്ട, പാർട്ണർഷിപ്പ് മതി. ഇല്ല, പാർട്ണർഷിപ്പ് വരുന്നില്ല. സാലറിയുടെ പേഴ്സണായിട്ട് നിർത്താം. നോ, യു ആർ മൈ എംപ്ലോയി. അങ്ങനെയാണെങ്കിൽ നിർത്താം. ആ പറ്റില്ല. എന്നാൽ ഇയാൾ പുറത്തുനിന്ന് ആളെ നോക്കിയോ, ഞാൻ വേറെ സ്വന്തമായിട്ട് വേറെ ചാനൽ തുടങ്ങിക്കോളാം. ഓ വേണ്ട, അങ്ങനെയെങ്കിൽ ഞാൻ നോക്കിയേനെ നല്ല നല്ല ആൾക്കാരെ. അല്ല, പാർട്ണറാക്കാൻ, ബിസിനസ് പാർട്ണർ. അമ്മിക്കുട്ടി, തീരങ്ങളിൽ പാടൂ പാടൂ. ഒരു ക്ലോക്ക് ഓടുന്നില്ലല്ലോ ഡി. ഉണ്ടല്ലേ, സമയമുണ്ടോ? കറക്റ്റാണോ? സമയം ശരിയല്ല. പറ, ഇന്നത്തെ ബർത്ത്ഡേ കുറിച്ച് പറ. ഞാനൊരു 3-4 മാസം മുന്നേ നിന്നോട് പറഞ്ഞായിരുന്നു, ഒരു സമുദ്രം വന്നു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ചെറിയ കപ്പ് കേക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ 3 പേര് ഇരുന്ന് അത് മെഴുകിലേക്ക് ഊതി അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ പിന്നൊന്നും അനങ്ങിയില്ല. എന്നിട്ട് ഇന്ന് ഞാൻ വിചാരിച്ചു, നീ എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടെ ഗംഭീരമായ സർപ്രൈസ് 26 എന്നൊക്കെ എഴുതിയ മെഴുകുതിരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് സെറ്റ് ചെയ്ത് ഞാൻ ഉറങ്ങിക്കഴിയുമ്പോൾ എന്നെ വിളിച്ചുണർത്തിയൊക്കെ സെറ്റാക്കി തരുന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ നീ വൈകുന്നേരം വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നീ എന്നോട് പറഞ്ഞത് നാളെയല്ലേ? ഇന്ന് രാത്രി 12 മണിക്ക് ഞാൻ നാളെയല്ലേ? നാളെ രാത്രി 12 മണി വരെ സമയമുണ്ടല്ലോ. അതെ അതെ അതെ. അങ്ങനെ എനിക്ക് ഭയങ്കര ഗംഭീരമായ സർപ്രൈസ് ഞാൻ ചോദിച്ച് വാങ്ങിച്ചെടുത്ത ഒരു ബർത്ത്ഡേ ആണിത്.
കാപ്പി എടുക്കും. പൊക്കോ. എന്നെ പോലെ ഞാൻ എൻ്റെ പൊക്കി ക്ലാസ്. ഇനി കാപ്പിയും കുടിച്ചിട്ട് ആ വഴിയെ പൊക്കോണം. ഇനി നിന്നെ ഇവിടെ കണ്ടു വയ്ക്കരുത്. ഈ ഗ്ലാസ്സിന് കൊണ്ടുപോകാൻ ക്ലാസ് നാളെ വെക്കാം. എവിടെയായിരുന്നു? അപ്പുറത്തെ മുറിയിലായിരുന്നു ഇതുവരെ. ഉറങ്ങിയില്ലേ? ഇപ്പോഴാണ് കുഞ്ഞു നേരം കൊടുത്തത്. പരിപാടി കഴിഞ്ഞു. എല്ലാവരും ഇവിടെ ഉറങ്ങിപ്പോ. അല്ല, ഈ പൈസ കിട്ടിയില്ല ബർത്ത്ഡേയുടെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. രാത്രി കിടന്നുറങ്ങണ്ട ഞാൻ ഇവിടെ വീഡിയോ എടുത്തോണ്ട് നിൽക്കുക. ഇതെല്ലാം നിന്റെ മാസ്റ്റർ പ്ലാൻ അല്ലേടി? ഒരു ഭാര്യയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ട പറയുന്ന കാര്യമാണിത്. ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്?